അടക്കലടക്ക തുറക്ക്, മുകളിലേക്ക് നോക്കിയേ. ആ, എന്നിട്ട് ബാക്കി പറ. ഒരു വാരികയിൽ വന്ന കവിതയ്ക്ക് മറുപടി അയച്ചു തുടങ്ങിയതാ. മറുപടി അയച്ചയച്ച് അസ്ഥിക്ക് പിടിച്ചു. ആളാരായിരുന്നു? മുത്തശ്ശനാ? ഹേയ്, മൂപ്പരൊരു ബോറൻ. ഇത് ഒന്നാം തരം ഒരു മനുഷ്യൻ, പട്ടാളക്കാരൻ. പഞ്ചാബ് ബോർഡിൽ എവിടെയോ. മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ചേർത്ത് എനിക്ക് കത്തുകൾ അയക്കാറുണ്ട്. ലവ് ലെറ്റേഴ്സ്? അന്നത്തെ പോസ്റ്റ്മാനെ അച്ഛൻ്റെ നല്ല പരിചയക്കാരനായതുകൊണ്ട് കത്തല്ല അച്ഛൻ്റെ കയ്യിലാണ് കിട്ടുക. ഹിന്ദി ഇംഗ്ലീഷും ആയതുകൊണ്ടേ അച്ഛൻ വിചാരിച്ച് കോളേജിൽ നിന്ന് വരുന്ന എന്തോ ആണെന്ന്. ഞങ്ങൾ എഴുതി, കുറേ എഴുതി. ഇതേപോലെ നവംബർ 1 കളിയെല്ലാം പൊളിഞ്ഞു. അതെങ്ങനെ? കേരളപ്പിറവിയൊക്കെ ആയതുകൊണ്ട് മൂപ്പര് എഴുത്തിന് കുറച്ച് മാറ്റം വരുത്തി. ഇംഗ്ലീഷിന് പകരം മലയാളമാക്കി. അച്ഛൻ പഴയ പുറത്തു പോകുന്നല്ലേ, തീർന്നു. 4 കയറി അടുക്കളപ്പുറത്തേക്ക് ഇട്ടു. പിന്നെ എനിക്ക് കത്തുകളൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഓരോ നവംബർ 1 മൂപ്പരെ ഭാഷയെ ഞാൻ ഓർക്കും. ഓ, അപ്പൊ ഇതാണല്ലേ നവംബറിന്റെ നഷ്ടം. നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ഒരേ ടൈപ്പിംഗ് അല്ലേ. ഇപ്പൊ എന്ത് എഴുത്ത്, എന്ത് മലയാളം. അമ്മാമേ, ലോകത്ത് മലയാളികളുള്ളിടത്തോളം കാലം മലയാളം ഉണ്ടാവും, എഴുത്തുണ്ടാവും. അമ്മാമ്മയ്ക്ക് ആളുടെ പേര് ഓർമ്മയുണ്ടെങ്കിലേ നമുക്ക് ഫേസ്ബുക്കിൽ തപ്പി നോക്കിയാലോ? ചിലപ്പോ ലോട്ടറി അടിച്ചാലാ. പോടിയാണ്.